അപ്പോൾ ഇന്നിപ്പം എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് കുറച്ച് ടൊമാറ്റോസും കുറച്ച് ബീൻസും ഒക്കെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടവും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിലതിൻ്റെ വിളവെടുപ്പും ഉണ്ട്. ഇത് എൻ്റെ ഒരു പ്ലാന്റർ ബോക്സിൽ ഞാൻ നട്ടതാണ് കേട്ടോ. പിന്നെ പാവലാണ്, രണ്ട് തരം പാവലുണ്ട്, നാടൻ പാവലും പിന്നെ ഇംഗ്ലീഷ് പാവൽ എന്നൊക്കെ പറയില്ല, അതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിളവ് എടുത്തിട്ടില്ല ഇതുവരെയും, വിളവെടുക്കാറായി വരെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പടവലത്തിൻ്റെ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2-3 തൈ കിളിർത്ത് വന്നെങ്കിലും ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഓൾറെഡി ഇവിടെ സമയം തീരാറായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് എടുക്കണം എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു 4 മൂട് ചോളം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണിത്. ഇപ്രാവശ്യം എന്തായാലും ചോളം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം അണ്ണാനാണോ റാബിറ്റാണോ എന്നറിയില്ല, അതെല്ലാം വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ബ്രോക്കലിയാണ് നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രോക്കലി ഇതേ കാണിച്ചു തരാം. ഞാൻ 5-6 മൂട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, വരുന്നതേ ഉള്ളൂ കേട്ടോ. ബ്രോക്കലിയൊക്കെ ഇതേ പിടിച്ച് വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ. ഇത് ചീരയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വിള എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് കട്ട് ചെയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്യണം. ഇത് ഇതേ കണ്ടോ, വലുതായി നിൽക്കുകയാണ്. പിന്നെ ഇതെല്ലാം വാട്ടർമെലനാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ്. ഇതെല്ലാം വാട്ടർമെലനാണ്. അത് വേണ്ട, ഇത്രയും വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഇല നമ്മൾ തോരൻ വയ്ക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറിച്ചിട്ടുണ്ടായിരുന്നു തോരൻ വയ്ക്കാൻ. കണ്ടത് ഇതാണ്, ഇതെത്രയും ബീട്രൂട്ടിൻ്റെ ഇലയാണ്. പിന്നെ ഇത് നമ്മുടെ ചേമ്പാണ്. കണ്ടോ, ചേമ്പ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ചേമ്പ് ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 4 മൂട് കുറ്റി ബീൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും പിടിക്കുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതെടുത്ത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. കാരണം കുറേ അങ്ങ് മുറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തി സമയം പോയി. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ശരിക്കും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പിടിക്കുമ്പോൾ എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കാരണം ഇതിങ്ങനെ നീട്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എടുക്കാമെന്ന്. പിന്നെ ഇത് സുക്കിനിയാണ്. അപ്പോൾ സുക്കിനിയുടെ ഞാൻ 2-3 തൈ നട്ടെങ്കിലും ഇപ്രാവശ്യം എല്ലാം പട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുക്കിനി ഞാൻ നേരത്തെ പറിച്ച് ബാർബിക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെടുക്കണം, സുക്കിനിയും കൂടെ പറിക്കണം. അതും ഞാനൊരു ഷോർട്സിനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 തൈ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലൊരു ബൾബ് ഉണ്ടാവും കേട്ടോ. ആ ബൾബ് നമുക്ക് സാലഡിലും സ്റ്റർ ഫ്രൈക്കും ഒക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ കായാണ് പെരിഞ്ചീരകം കേട്ടോ, ഉണക്കിയെടുക്കുന്നത്. പിന്നെ ഇതാണ് വയലറ്റ് ക്യാബേജാണ്. അത് ഒരൊറ്റ മൂടെ ഞാൻ വെച്ചിട്ടുള്ളത്, നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറി ടൊമാറ്റോസാണ് കേട്ടോ. ഇതെല്ലാം ചെറി ടൊമാറ്റോസ്. ഇത് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പഴുക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ നിർത്തിയാൽ ശരിയാവത്തില്ല, കാരണം അത് കുറേശ്ശെയാണ് പഴുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴുക്കുന്ന ഞങ്ങളിങ്ങനെ പറിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റ് ടൊമാറ്റോയും ഉണ്ട്, മറ്റേ വലിയ ടൊമാറ്റോസും ഉണ്ട്. അതും കുറേ പഴുത്തൊക്കെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ ടൊമാറ്റോസാണ്. ഒരു കൊലയായിട്ട് എനിക്കിങ്ങനെ പഴുത്ത് കിട്ടി. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ പറിച്ചു എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്കുള്ളത് വഴുതനങ്ങയാണ് കേട്ടോ. ഇതൊന്നും ഒരുപാടൊന്നും ഇല്ല, 1-2 ഇങ്ങനെ ഡ്രംസിലൊക്കെ വയ്ക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നാട്ടിലല്ല. അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഒരു പ്രധാന പ്രശ്നമാണ് കേട്ടോ. സ്ഥലം വളരെ ചുരുക്കമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നടക്കുന്നത്. എനിക്കെല്ലാം വയ്ക്കണമെന്നുണ്ട് കേട്ടോ. ഇത് ക്യാബേജാണ് കേട്ടോ. അതും 2 വെച്ചാൽ 1 പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പാഴ്സലി, റോസ്മേരി, പിന്നെ ബേസിൽ, അങ്ങനെയൊക്കെ ഉള്ള മിൻറ്റുകളും. പിന്നെ ഇത് സെലറിയാണ് ഒരെണ്ണം. പിന്നെ ഇത് മറ്റേ നമ്മുടെ കാന്താരി മുളകാണ്. എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് സിന്ധു കൊണ്ടു തന്നത്. വേറെ 2-3 മൂടുണ്ട് കേട്ടോ. പിന്നെ പെപ്പർമിൻറ്റ്, പച്ചമുളക്, ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പിന്നെ കുറേയൊക്കെ വന്നിട്ടില്ല. ഇപ്രാവശ്യം ഭയങ്കര മഴയും ചൂടും ഒക്കെ കാരണം കുറേ അങ്ങ് പട്ടുപോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയും ഒരു 5-6 മൂടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുക്കുന്നത് അങ്ങ് പറിക്കും കേട്ടോ. അതുകൊണ്ട് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയില്ല. ഇപ്രാവശ്യം ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പഴുക്കുന്ന അപ്പോഴ് തന്നെ നമ്മൾ പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഉണ്ടാകും കേട്ടോ സ്ട്രോബെറി. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും സ്ട്രോബെറി. അങ്ങനെ അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ ബീൻസ് കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇനി തിരിച്ച് ചെന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളകൊക്കെ അങ്ങനെ ഒരുപാട് ഇല്ല. കാരണം നമ്മൾ പിന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 3 മാസത്തേക്ക് പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം ഇവിടെ ഇറങ്ങി പച്ചമുളകൊക്കെ അപ്പപ്പോഴേ ഉള്ളത് ഞങ്ങൾ പറിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അധികം കാണാത്തത്. കാരണം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ടേ. ഇപ്പം നമ്മളിത് നട്ട് വളർത്തുമ്പോഴത്തേക്കും സമ്മർ ടൈമിൽ നമുക്ക് കുക്കിങ്ങിന് അടുക്കളയിൽ ആവശ്യമുള്ള എല്ലാം ഇവിടുന്ന് തന്നെ അങ്ങ് എടുക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ വാങ്ങിക്കാറുമില്ല കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ ഇവിടുന്ന് തന്നെ പച്ചമുളക്, തക്കാളി, അങ്ങനെ സുക്കിനി അങ്ങനെയൊക്കെ ഉള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇതും പച്ചമുളകാണ് കേട്ടോ. ഇതൊരു തരം ഉണ്ട പച്ചമുളകാണ്. നല്ല എരിയാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഉപ്പിലിടാൻ അടിപൊളിയാണ് കേട്ടോ. അതിനായിട്ട് ഇതിപ്പോൾ ഈ കളറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റെഡ് കളറിലുള്ളതാണ്. അപ്പോൾ അതിനിപ്പോൾ പറിച്ചെടുക്കണം. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നമ്മുടെ ഉലുവയില്ലേ, അത് ചുമ്മാതെ ഇങ്ങനെ എടുത്ത് കുറേ ഇങ്ങനെ പാവിയിട്ടുണ്ടായിരുന്നു. ഒന്നാം തരമാണ്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഈ ഉലുവ. അതിങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ വെതർ ആണോ എന്നറിയില്ല. കുറേ അങ്ങ് എൻ്റെ പിന്നെ ക്യുക്കമ്പർ എല്ലാം പട്ടുപോയിട്ടുണ്ടായിരുന്നു. സ്ക്വാഷ് പോയി, അങ്ങനെ കുറേ പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു മുന്തിരിത്തൈ ഞാൻ ഇവിടെ വാങ്ങിച്ച് വെച്ചതാണ്. പെട്ടെന്ന് അങ്ങ് പടർന്നു കയറി കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരെണ്ണം ഒരു പഴയ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒരു കൃഷിത്തോട്ടമാണ്. അപ്പോൾ ഇന്നത്തെ വിളവ് എടുപ്പിന് ഇറങ്ങിയപ്പോഴും ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇത്രയും കേട്ടോ. അപ്പോഴും ഇനി ഞാൻ പതുക്കെ ബാക്കിയുള്ളത് ഞാൻ ഷോർട്സിന് വേണ്ടി കുറച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ, കിട്ടാണ്ടിരിക്കത്തില്ല. പിന്നെ ഈ ചെറി ടൊമാറ്റോസ് നമുക്ക് രസം വയ്ക്കാൻ എടുക്കാം, സാലഡിനെടുക്കാം. അതെപ്പോഴും കിട്ടും കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഷാജിയുടെയും ലാലിയുടെയും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ വീട്ടിൽ സ്ക്വാഷ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തരാൻ വേണ്ടി 2 നിർത്തി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ മരത്തിൽ പടർന്നിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഷാജി കഷ്ടപ്പെട്ട് അതിനെ പറിച്ചെടുക്കുക. ഇത് പക്ഷേ ഇങ്ങനെ സ്കിന്നി ആയിട്ടുള്ള സ്ക്വാഷാണ് കേട്ടോ, ചൊരക്കയെന്നൊക്കെ പറയില്ലേ. പക്ഷെ നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് അതിനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും സിസ്റ്ററിനും തരാൻ വേണ്ടിയാണ് കേട്ടോ. 2 ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പുറത്ത് തന്നെ വീണു. അപ്പുറത്ത് വീണാൽ പോയെന്ന് പറഞ്ഞിട്ടാണ് പറിച്ചത്. അങ്ങനെ 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തതും കൂടെ ഷാജി ഒരുപാട് കഷ്ടപ്പെട്ടും അതിനെ എന്തായാലും പറിച്ചെടുത്തു. കാരണം അടുത്ത വീട്ടിലെ ക്രിസ്മസ് ട്രീയിൽ അതങ്ങ് പടന്ന് കയറി അങ്ങ് മേളിലങ്ങ് പോയി കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഇവർക്ക് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തരാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എടുത്തത്. അപ്പം ഞാൻ ആ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലല്ല, പിന്നെ ലാലിയുടെയും ഷാജിയുടെയും വീട്ടിലാണ് കേട്ടോ. നല്ല നീളമായിരുന്നു. നല്ല നീളമുള്ള ഇതാണ് കേട്ടോ, സ്ക്വാഷാണ്. പക്ഷേ ഇത് ഇനിയും നിർത്തിയാൽ ഇനിയും അത് വണ്ണം വയ്ക്കുമായിരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെ 2ാമത്തതും ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോന്ന് കിട്ടി. ഞങ്ങൾ അതും കൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിലെന്നു. അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും സ്ക്വാഷ് എടുത്ത് കയ്യിൽ വെച്ച് എടുത്ത് അങ്ങനെ രസമുണ്ടായിരുന്നു. ഇതാണ് ലാലി കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.